ഹലോ പ്രിയപ്പെട്ടവരെ, 1950-ലെ ഒരു മദ്രാസ് പശ്ചാത്തലത്തിൽ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലൂടെ ഇന്ത്യ നീങ്ങുന്നു. ആ കാലഘട്ടത്തിലെ സാമൂഹിക മാറ്റങ്ങൾ നേരിടുന്ന സമൂഹത്തിന്റെ മാറ്റങ്ങളും ജീവിത കഥകളുമാണ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. പൂർണ്ണമായും സോഷ്യൽ പരിവർത്തനത്തിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. കാന്ത എന്ന ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് സെൽവമണി സെൽവരാജാണ്. ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ദുൽഖർ സൽമാൻ, റാണ ദഖുപതി, സമുദ്രകനി, ഭാഗ്യശ്രീ ബോഷ് തുടങ്ങിയവരാണ്. ചിത്രം ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ടാണ് ഒരുങ്ങുന്നത്. കാന്തയുടെ റിലീസ് തീയതി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ദുൽഖറിന്റെ ലക്കി ഭാസ്കറിന് ശേഷം എത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രം കൂടിയാണ് കാന്ത. ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ കഴിഞ്ഞ ദിവസം ദുൽഖർ സൽമാൻ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടിരുന്നു. ചിത്രത്തിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഉടനെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാന്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. മലയാളികൾക്ക് ഏറെ സുപരിചിതനായ ഒരു നടനാണ് ആന്റണി പെപ്പെ. താരത്തിൻ്റെതായി പുതിയതായി പുറത്തിറങ്ങാൻ പോകുന്ന ചിത്രമാണ് ദാവീദ്. ചിത്രം സംവിധാനം ചെയ്യുന്നത് ഗോവിന്ദ് വിഷ്ണുവാണ്. ചിത്രം ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ പെടുന്നു. ഇപ്പോൾ ആന്റണി പെപ്പയുടെ പുതിയൊരു അഭിമുഖത്തിലാണ് താരം അടുത്തതായി ചെയ്യാൻ പോകുന്ന പടത്തിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞത്. ഒരു ആക്ഷൻ ത്രില്ലർ പടമായിരിക്കും താൻ അടുത്തതായി ചെയ്യുക എന്നും ചിത്രത്തിന്റെ നിർമ്മാണം മാർക്കോ ചെയ്ത ഷെരീഫ് മുഹമ്മദിന്റെ ഉടമസ്ഥതയിലുള്ള ക്യൂബ്സ് എന്റർടൈൻമെന്റ് ആയിരിക്കുമെന്നും താരം അഭിപ്രായപ്പെട്ടു. ചിത്രത്തിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഉടനെ ഉണ്ടാവുമെന്നും പെപ്പെ ചൂണ്ടിക്കാണിച്ചു. എന്തായാലും ചിത്രം വളരെ ഹിറ്റാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ സിനിമാ കായിക വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.